ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ HSA ഫിസിക്കൽ സയൻസിൻ്റെ ഫിസിക്സ് ടെസ്റ്റ് സീരീസിലെ 4th മൊഡ്യൂളിൽ വരുന്ന ലാസ്റ്റ് ടെസ്റ്റ് ഹാർമോണിക് ഓസിലേറ്റർ എന്നുള്ള ടോപ്പിക്ക്, ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ എന്നുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മൾ 17 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. നിങ്ങൾ ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള സൊല്യൂഷൻസാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആപ്പിലേക്കും, നമ്മുടെ ഫിസിക്സ് ബൈ ഗ്രേസ് എന്നുള്ള ആപ്പിലേക്കും മാത്രമല്ല യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യൂട്യൂബിൽ എന്നെ കേൾക്കുന്നവർ ഈ നമ്മുടെ ഈ ടെസ്റ്റ് സീരീസ് 75 ടെസ്റ്റുകളുള്ള HSAയുടെ ഫിസിക്സ് പാർട്ടിൻ്റെ, HSA ഫിസിക്കൽ സയൻസിൻ്റെ ഫിസിക്സ് പാർട്ടിൻ്റെ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഫിസിക്സ് ബൈ ഗ്രേസ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫിസിക്സ് ബൈ ഗ്രേസ് ആപ്പ് സ്റ്റോറിലാണെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓർഗനൈസേഷൻ കൊടുത്താൽ മതി. മൈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ORG കോഡ് ALNLW എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഫിസിക്സ് ബൈ ഗ്രേസ് എന്നുള്ള നമ്മുടെ ആപ്പ് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നമ്മൾ ഈ ഹാർമോണിക് ഓസിലേറ്റർ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ്. അപ്പോൾ ഓരോ ടോപ്പിക്കും നമ്മൾ സിലബസിൽ പറഞ്ഞ ഓരോ ടോപ്പിക്കിലും ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആ കറക്റ്റായിട്ടുള്ള കൺസെപ്റ്റ് കിട്ടും നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ ടെസ്റ്റ് സീരീസ് ആണല്ലോ. ക്ലാസിക്കൽ ഹാർമോണിക് ഓസിലേറ്റർ നിങ്ങൾ ഓൾറെഡി എക്സാം ഇതിൻ്റെ ടെസ്റ്റ് ഓൺലൈൻ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. അത് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരേണ്ടത്. കാരണം ക്ലാസിക്കൽ ഹാർമോണിക് ഓസിലേറ്റർ പഠിച്ചിട്ട് അതിനോട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ എനർജി ഐഗൻ വാല്യൂസ് ഓഫ് വൺ ഡൈമെൻഷണൽ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ ആർ ഗിവൺ ബൈ. ഹാർമോണിക് ഓസിലേറ്റർ, വൺ ഡൈമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി n+n+12 h ക്രോസ് ഒമേഗയാണ്. n+12 h ക്രോസ് ഒമേഗ. ഇതിനെ നമുക്ക് ഈ h ക്രോസ് ഒമേഗയ്ക്ക് പകരം നമുക്ക് h ന്യൂ എന്ന് എഴുതാം. രണ്ട് സെയിം ആണ്. അപ്പോൾ n+12 h ന്യൂ എന്ന് എഴുതിയാലും കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വട്ട് ഈസ് ദ എനർജി ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ? നമ്മളിവിടെ എനർജിയുടെ ഇക്വേഷൻ കണ്ടു. En=n+12 h ക്രോസ് ഒമേഗ എന്ന് കണ്ടു. ഇതിൽ n=0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാർമോണിക് ഓസിലേറ്ററിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ 3 പ്രധാന പ്രോബ്ലംസ്, ഹൈഡ്രജൻ ആറ്റം, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, ഹാർമോണിക് ഓസിലേറ്റർ, 3 എണ്ണമാണല്ലോ. ബാക്കി രണ്ടിലും, ഹൈഡ്രജൻ ആറ്റത്തിലും പാർട്ടിക്കിളിൻ്റെ ബോക്സിലും n1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ n0 തൊട്ടാണ്. n0 കൊടുക്കുമ്പോഴും എനർജി ഉള്ളതുകൊണ്ട് ആ കിട്ടുന്ന എനർജി ഹാഫ് h ക്രോസ്, n0 ഇവിടെ കൊടുത്താൽ എന്താ കിട്ടുക? ഹാഫ് h ക്രോസ് ഒമേഗ. അതിന് നമ്മൾ 0 പോയിൻ്റ് എനർജി എന്നാണ് പറയുക. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഹാഫ് h ക്രോസ് ഒമേഗ, ഹാഫും കൂടി ഉണ്ട്, ഹാഫ് h ക്രോസ് ഒമേഗ, ദാറ്റ് ഈസ് കോൾഡ് 0 പോയിൻ്റ് എനർജി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എന്താണ് 0 പോയിൻ്റ് എനർജി എന്നുള്ളത്? ദ സ്പേസിംഗ് ബിറ്റ്വീൻ ദ അഡ്ജസ്റ്റൻ്റ് എനർജി ലെവൽസ് ഇൻ എ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ ഈസ്, നോക്കൂ, En=n+12 h ക്രോസ് ഒമേഗയാണ്. ഇവിടെ n നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 0 കിട്ടും, ഹാഫ് h ക്രോസ് ഒമേഗ. n നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ ഈ 1 കിട്ടും. അത് n 1 കൊടുക്കുമ്പോൾ 1+12 3/2 h ക്രോസ് ഒമേഗയാണ്. അടുത്ത n 2 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക E2=5/2 h ക്രോസ് ഒമേഗയാണ്. അപ്പോൾ ഇത് രണ്ട് ലെവലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ എനർജിയിൽ നിന്ന് E1 E0 കുറച്ചാൽ കിട്ടുന്നത് h ക്രോസ് ഒമേഗയാണ്. ഇവിടെ അത് തന്നെയാണ് ഗ്യാപ്പ്, h ക്രോസ് ഒമേഗയാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ആൻഡ് ഈക്വൽ ടു h ക്രോസ്, അതാണ് കറക്റ്റ്. ഇങ്ങനെ എനർജി ലെവൽസ് ഇക്യു സ്പേസ്ഡ് ആണ്. എനർജി ലെവൽസ് എന്താണ്? ഇക്യു സ്പേസ്ഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്ന സ്പേസ്. ഇതെല്ലാം h ക്രോസ് ഒമേഗ എന്നുള്ള സ്പേസിംഗ് ആണ്. എനർജി ലെവൽസ് ഇക്യു സ്പേസ്ഡ് ആയിട്ട് വരുന്നത് ഹാർമോണിക് ഓസിലേറ്റർ മാത്രമേ ഉള്ളൂ. ഹൈഡ്രജൻ ആറ്റത്തിൽ നമ്മൾ n കൂടുന്നതനുസരിച്ച് എനർജി ലെവൽസ് അടുത്തടുത്താണ് വരുന്നത്, സ്പേസിങ് കുറയുക ചെയ്യുന്നത്. പാർട്ടിക്കിളിൻ്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ n കൂടുന്നതനുസരിച്ച് n² പ്രൊപ്പോർഷനാണ്. ഹൈഡ്രജൻ ആറ്റത്തിൽ n² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. പാർട്ടിക്കിളിൻ്റെ ബോക്സിൽ n² ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ n കൂടുന്നതനുസരിച്ച് എനർജി ലെവൽസ് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ ആർ.
ഈ വേവ് ഫംഗ്ഷൻ എന്നുള്ള ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഫംഗ്ഷൻ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോമാണ്. ഞാൻ ഫോം കാണിച്ചു തരാം. ഇതാണ് ആ ഫോം, വേവ് ഫംഗ്ഷൻ്റെ ജനറൽ ഫോം ഇതാണ്. ഇതിൽ HN(x) എന്നുള്ളത് ഈ പാർട്ട് എന്നുള്ളത് ഹെർമൈറ്റ് പോളിനോമിയലാണ്. ഹെർമൈറ്റ് പോളിനോമിയൽ സാധാരണ നമ്മൾ MSc പഠിക്കുന്ന ഒരു പാർട്ടാണ് ഹെർമൈറ്റ് പോളിനോമിയലൊക്കെ. ഇതൊരു ഗോഷ്യൻ ഫംഗ്ഷനാണ്. ഗോസിയൻ ഫംഗ്ഷൻ e⁻⁻x² സ്റ്റൈലിൽ കിടക്കുന്നത് ഗോസിയൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഒരു ഹെർമൈറ്റ് പോളിനോമിയലും ഗോസിയൻ ഫംഗ്ഷനും കൂടി ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ജനറലി വേവ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹെർമൈറ്റ് പോളിനോമിയൽ മൾട്ടിപ്ലൈഡ് ബൈ എ ഗോസിയൻ ഫംഗ്ഷൻ. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കുക. ദ പ്രോബിലിറ്റി ഡെൻസിറ്റി ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഇസ് മാക്സിമം അറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ്റെ പ്രോബിലിറ്റി എവിടെയാണ് മാക്സിമം വരുന്നത് അതും നമുക്ക് ഡയഗ്രത്തിൽ പോയി കഴിഞ്ഞാൽ നോക്കൂ. വേവ് ഫംഗ്ഷൻസ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള വേവ് ഫംഗ്ഷൻസ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒന്നാമത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടുക. ഇത് x=0 മാക്സിമം വരുന്നത്. x=0 എക്സ് ഇവിടേക്ക് പോകുമ്പോഴും വാല്യൂ കുറയുക ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം വരുന്ന x=0 പ്രോബിലിറ്റി ഡെൻസിറ്റി ആയാലും x=0 മാക്സിമം വരുന്നത്. ഓക്കെ, x=0 മാക്സിമം ആണ്. അത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. x=0 മാക്സിമം ആണ്. പ്രോബിലിറ്റി ഡെൻസിറ്റിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പ്രോബിലിറ്റി ഡെൻസിറ്റി നമ്മൾ കണ്ട് x=0 മാക്സിമം ആണ്. ശരിക്ക് നമ്മൾ ക്ലാസിക്കലി ഇത് പറയുമ്പോൾ x=0, x=-a, x=+a ഈ 3 പൊസിഷൻ്റെ ഇടയിലാണ് ഈ മാസ് ഓസിലേറ്റ് ചെയ്യുക. നമ്മുടെ ഈ മാസ് ഓസിലേറ്റ് ചെയ്യുക വിചാരിക്കും. ഇതാണ് മാസ് എന്നായിരിക്കും. ഇത് ഓസിലേറ്റ് ചെയ്യുക ഈ 2 പൊസിഷൻസിന് ഇടയ്ക്കാണ്. അപ്പോൾ ഈ 2 അറ്റങ്ങളിലാണ് അതിന് സ്പീഡ് കുറവ്. ഓക്കെ, സ്പീഡ് കുറവ്. ഇവിടെ സ്പീഡ് മാക്സിമം ആണ്, വെലോസിറ്റി മാക്സിമം ആണ്. ഇവിടെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ അത് ഈ ടേണിംഗ് പോയിന്റിൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് അവിടെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. സ്ലോ ആയിട്ടല്ലേ മൂവ് ചെയ്യുന്നത്. ടേണിംഗ് പോയിന്റിൽ എക്സാക്ട്ലി 0 ആണ്. ഈ അടുത്തേക്ക് പോകുന്തോറും മനസ്സിലായോ, അവിടെ എക്സാക്ട്ലി 0 ആണെങ്കിൽ അപ്പോൾ തന്നെ തിരിഞ്ഞു വരിക ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോബിലിറ്റി ഏറ്റവും കുറവും അറ്റങ്ങളിൽ മാക്സിമം എന്നാണ് ക്ലാസിക്കൽ റിസൾട്ട്. പക്ഷേ ക്വാണ്ടം റിസൾട്ട് നേരെ തിരിച്ചാണ്. പ്രോബിലിറ്റി x=0 പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബിലിറ്റി കൂടുതൽ വരും. ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷേ ഇത് ഹയർ സ്റ്റേറ്റുകളിലേക്ക് തോറും ഈ ക്വാണ്ടം പിക്ചർ n=∞ പോകും തോറും ഹയർ ഓർഡർ അല്ലെങ്കിൽ ഹയർ ലെവലുകളിലേക്ക് n=∞ പോകുമ്പോൾ ഈ ക്ലാസിക്കൽ റിസൾട്ടിലേക്ക് തന്നെ വരും. ക്ലാസിക്കൽ റിസൾട്ട് പ്രോബിലിറ്റി ഡെൻസിറ്റി ഇങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ x=0 പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബിലിറ്റി 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഒരു പിക്ചറാണ് അവിടെ വരിക. ഇങ്ങനെ. അപ്പോൾ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ക്ലാസിക്കലിലേക്ക് അപ്രോച്ച് ചെയ്യും. n=∞ പോകും. ക്ലാസിക്കൽ ലിമിറ്റ് n=∞ ക്ലാസിക്കലിലേക്ക് പോകും. ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ കൂടുതൽ പറയാം, ഇനി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇൻ ദ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ ദ 0 point energy implies the particle has non-zero energy even in the ground state. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 0 point energy നമ്മൾ കണ്ടു. E0 = ½h⁻ ആണ്, അല്ലെങ്കിൽ ½ h nu എന്ന് എഴുതിയാലും കറക്റ്റാണ്. അത് ഹാർമോണിക് ഓസിലേറ്ററിൽ മാത്രമാണ് ഈ 0 point energy എന്നൊരു കൺസെപ്റ്റ് വരുന്നുള്ളൂ. ദ ക്വാണ്ടം നമ്പർ n ഇൻ ദ ഹാർമോണിക് ഓസിലേറ്റർ കറസ്പോണ്ട്സ് ടു വൈബ്രേഷൻ മോഡുകളുടെ നമ്പർ. ഇത് വൈബ്രേഷൻ ആണല്ലോ, ഓസിലേഷൻ ആണല്ലോ. വൈബ്രേഷൻ മോഡുകൾ നമ്പറായിട്ട് പറയാൻ പറ്റും. ദ എക്സ്പെക്ടേഷൻ വാല്യൂ x. എക്സ്പെക്ടേഷൻ മീൻസ് ആവറേജ് എന്നുള്ള അർത്ഥമാണ്. ആവറേജ് x ഇൻ എനി സ്റ്റേഷണറി സ്റ്റേറ്റ് ഓഫ് ദ ഹാർമോണിക് ഓസിലേറ്റർ. ആവറേജ് വാല്യൂ ഓഫ് x നമ്മൾ സാധാരണ ഈ ക്ലാസിക്കലി ആലോചിച്ചതിനെ ഒന്ന് ആലോചിച്ച് നോക്കി. x= ഇവിടെ മൈനസ്, അത് +a ആണ്. ഇവിടെ x=-a ആണ്. x=0 ആണ്. ഒരു സ്റ്റേഷണറി സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ, സ്റ്റേഷണറി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേറ്റുകൾ അതിലെടുക്കുകയാണെങ്കിൽ ഈ എക്സിൻ്റെ ആവറേജ് വാല്യൂ, എക്സ് ഇപ്പോൾ ഈ സൈഡിലേക്ക് നെഗറ്റീവാണ്, ഈ സൈഡിലേക്ക് പോസിറ്റീവാണ്. അപ്പോൾ ഇത് ആവറേജ് വാല്യൂ ഞാൻ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയുകയാണ്. അത് ചെയ്യുന്നത് അതിൻ്റെ ഫോമുല വെച്ചാണ് ചെയ്യുക. ആവറേജ് വാല്യൂ 0 ആണ് വരിക, എക്സിൻ്റെ ആവറേജ് വാല്യൂ. വിത്ത് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഇസ് കൺസേർവ്ഡ് ഇൻ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ. എനർജിയാണ് കൺസേർവ്ഡ്, ബാക്കിയൊന്നും കൺസേർവ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനർജി ഇസ് കൺസേർവ്ഡ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, എനർജി കൺസേർവ്ഡ് ആണെന്ന് പറയാൻ പറ്റും.
the time independent Schrodinger equation for the harmonic oscillator includes which kind of potential? പൊട്ടൻഷ്യൽ നമുക്കറിയാം, ഹാർമോണിക് ഓസിലേറ്റർ പൊട്ടൻഷ്യൽ ഇതല്ലേ, നമ്മൾ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നാവും പഠിച്ചിട്ടുണ്ടാകുക. പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ യു വി അല്ലെങ്കിൽ യു എന്ന് എഴുതാറുണ്ട്. ഈ കെ എം ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ എം ഒമേഗ സ്ക്വയർ ഇവിടെ കൊടുത്താൽ ഇങ്ങനെയല്ലേ വരിക, കെക്ക് വരെ എം ഒമേഗ സ്ക്വയർ കൊടുത്താൽ ഇങ്ങനെയല്ലേ വരിക. അതാണ് സി ആണ് കറക്റ്റ് ആൻസർ. വേവ് ഫംഗ്ഷൻ ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. വേവ് ഫംഗ്ഷൻ ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഗോസിയൻ ആവും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഹെർമൈറ്റ് ഗോസിയനും മൾട്ടിപ്ലൈ ചെയ്തൊരു ഫോം അല്ലേ. അതിൽ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോൾ എച്ച് എൻ ഓഫ് എക്സ് എന്നാണ് ജനറലി എഴുതുക, എച്ച് എൻ ഓഫ് എക്സ് അല്ലെങ്കിൽ എച്ച് എൻ ഓഫ് എ എക്സ് എന്നാണ് എഴുതുക. ഇത് n0 വരുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ n0 അല്ലേ, n0 ആകുമ്പോൾ h0 ഓഫ് എക്സ് വരുമ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് 1 ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഗോസിയൻ ഫംഗ്ഷൻ്റെ ഷേപ്പ് വരും. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഏതാണ്ട് ഇങ്ങനത്തെ ഷേപ്പാണ്, ഗോസിയൻ ഫംഗ്ഷൻ്റെ ഷേപ്പിലാണ് വരുന്നത്. Which of the following statements best describes the classical limit of quantum harmonic oscillator? Classical limit എന്താ സംഭവിക്കുക? എനർജി becomes 0, the wave function collapses to a point, the discrete energy levels merge into a continuous. ക്ലാസിക്കൽ ലിമിറ്റിൽ വരുന്നത് ഈ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് ഒക്കെ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ അർത്ഥം വെച്ചാൽ ശരിക്കും പറഞ്ഞത് കണ്ടിന്യൂസ് ആകുമെന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പുകൾ എച്ച് ക്രോസ് ഒമേഗ അല്ലേ, അല്ലെ എച്ച് ന്യൂ അല്ലേ, ഇത് വളരെ ചെറുതായിട്ട് ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എൻ ഗോസ് ടു ഇൻഫിനിറ്റിയിലേക്ക് വരുമ്പോൾ എൻ ഗോസ് ടു ഇൻഫിനിറ്റിയിലെ എനർജിയുടെ വാല്യൂ ഭയങ്കര കൂടുതലാണ്. കാരണം ഇ എൻ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗ അല്ലേ. ഹാഫ് എച്ച് ക്രോസ് ഒമേഗ ചെറുതായി, പക്ഷേ എന്ന് വളരെ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ എനർജി ഭയങ്കര വലുതാണ്. അപ്പോൾ ഈ എനർജി ഭയങ്കര വലുത് ആകുമ്പോൾ ഈ ലെവൽസ് തമ്മിലുള്ള സെപ്പറേഷൻ ഭയങ്കര കുറവായിട്ട് ഫീൽ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത്, കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യും. ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് മെർജ് ഇൻ ടു എ കണ്ടിന്യൂസ്. മനസ്സിലായോ? എനർജി ഈ ലെവൽസ് തമ്മിൽ സ്പേസിങ്ങിനൊന്നും സംഭവിക്കുന്നില്ലേ, പക്ഷെ അത് എനർജി വലുതായതുകൊണ്ട് ദാറ്റ് ബിക്കംസ് negligible as compared to the total energy. In the classical limit, n goes to infinity. N goes to infinity ആണ് classical limit. The probability distribution of a quantum harmonic oscillator's position resembles പ്രോബിലിറ്റി ഡെൻസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പ്രോബിലിറ്റി ഡെൻസിറ്റി നമ്മൾ കണ്ടായിരുന്നു അതിൻ്റെ ഗ്രാഫ്. ഇതാണ് പ്രോബിലിറ്റി ഡെൻസിറ്റികളുടെ ഗ്രാഫ്. പക്ഷേ ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകണ്ട, ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ രണ്ട് അല്ലേ, 2 സെഗ്മെൻറ്റ്, ഇവിടെ 3 സെഗ്മെൻറ്റ് കാണാനുണ്ട് ഓസിലേഷനിൽ ഉണ്ടാ. ഇങ്ങനെ ഈ നടുക്കുള്ള പാർട്ട് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് അത് പോകുന്നത്. ഇപ്പോൾ ഞാനൊരു ആവറേജ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു ക്ലാസിക്കൽ ലിമിറ്റിനുള്ളിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? അതൊരു ക്ലാസിക്കൽ പിക്ചറാണ്. നടുക്ക് പ്രോബിലിറ്റി കുറവും രണ്ടറ്റത്തെ ടേണിംഗ് പോയിന്റിൽ പ്രോബിലിറ്റി കൂടിയുള്ളത്, അങ്ങനെ പോവാം. ഇത് കുറച്ചുകൂടി വലുതാവുമ്പോൾ ഇങ്ങനെ വരാം, ലൈക്ക് ഇതിങ്ങനെ വരും, മറ്റേതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ. അപ്പോൾ ഏതാണ്ട് ആ ക്ലാസിക്കൽ പിക്ചറിലേക്കാണ് പോകുന്നത് വേവ് ഫംഗ്ഷൻ്റെ. maximum, the probability distribution becomes maximum near the classical turning points. Classical turning points പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുന്നില്ലേ, എക്സ് ഈക്വൽ ടു 0യിലും എക്സ് ഈക്വൽ ടു പ്ലസ് എ, എക്സ് ഈക്വൽ ടു മൈനസ് എ. മനസ്സിലായി? ഈ 2 പോയിന്റ് ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്സിൻ്റെ അവിടെ പ്രോബിലിറ്റി ഡെൻസിറ്റി മാക്സിമം ആവും. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്ക് വരുമെന്ന് പറഞ്ഞില്ലേ, ഒരു പരാബോളിക് ഫോം. പ്രോബിലിറ്റി ഡെൻസിറ്റി ഇങ്ങനെ വരും. ഈ ടേണിംഗ് പോയിന്റ്സിൽ മാക്സിമം വരും. ഇവിടെ 0 വരും, ഇവിടെ 0 വരും. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ്, സോറി ഐ മീൻ എക്സ്പെക്റ്റേഷൻ വാല്യൂ മാത്രമല്ല, പ്രോബിലിറ്റി ഡെൻസിറ്റി. Ehrenfest's theorem shows the expectation values of quantum observables. Shows that the expectation values of quantum observables. ഈ ക്വാണ്ടം വാല്യൂസിൻ്റെ, ക്വാണ്ടം ഒബ്സർവബിൾസിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളുടെ, മൊമെൻ്റ് ആയിക്കോട്ടെ, പൊസിഷൻ ആയിക്കോട്ടെ, വെലോസിറ്റി ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ എക്സ്പെക്റ്റേഷൻ വാല്യൂ, പൊസിഷൻ ആണ് ഇപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന വാല്യൂ, മൊമെൻ്റ് ആണ് ഇങ്ങനെ പറയുന്ന വാല്യൂ, വെലോസിറ്റി ആണ് ഇങ്ങനെ പറയുന്ന വാല്യൂ, ഇതൊക്കെ ക്ലാസിക്കൽ വാല്യൂസിലേക്ക് പോകും. എപ്പോൾ? ക്ലാസിക്കൽ നമ്മൾ പറയണില്ലേ, ക്ലാസിക്കൽ ലിമിറ്റിൽ. മനസ്സിലായി? ക്ലാസിക്കൽ ലിമിറ്റിൽ
ഒബേ ന്യൂട്ടൺസ് ലോസ് ഓൺ ആവറേജ്. ആവറേജ് മനസ്സിലായി, എക്സ്പെക്റ്റേഷൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അത് ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ ആവറേജ് വാല്യൂ അല്ലേ. അപ്പോൾ അത് ന്യൂട്ടൺസ് ലോസ് ഒബേ ചെയ്യുന്നത്. ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലാസിക്കലായിട്ടുള്ള ഓസിലേഷൻസിൻ്റെ കേസിലേക്ക് പോകും. ന്യൂട്ടൺസ് ലോ ഒബേ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ലിമിറ്റിലേക്ക് പോകാൻ നടത്താം. ക്ലാസിക്കൽ എക്സാമ്പിൾ നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. എക്സാമ്പിൾ പി ഈക്വൽ ടു എം ബി അല്ലേ. അതൊക്കെ കറക്റ്റായിട്ട് ക്ലാസിക്കലി വരുന്ന ഇതിലേക്ക് തന്നെ വരും. ആ ഒരു ഫോമിലേക്കൊക്കെ മനസ്സിലായി, ഇങ്ങനെയുള്ള ഇക്വേഷൻസിലേക്ക് വരും. അത് നമുക്ക് നോക്കാം. എക്സ്പെക്റ്റേഷൻ വാല്യൂൻ്റെ കാര്യത്തിൽ ഇതാ ഈ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. വിച്ച് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് എയറൻഫേഴ്സ് തിയറം ഫോർ പൊസിഷൻ ഇൻ എ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ. പൊസിഷൻ എന്ന് പറയുമ്പോൾ എക്സ് അല്ലേ, എക്സ് ഇതാണ് കറക്റ്റ്. ഇത് നോക്കൂ, ഡി ബൈ ഡി എക്സ് ടി ഓഫ് എക്സ്, എക്സിൻ്റെ ആവറേജ് വാല്യൂ. ഞാൻ ജസ്റ്റ് എക്സ് തന്നെ എഴുതുകയാണെങ്കിൽ പിയുടെ ആവറേജ് വാല്യൂ പി തന്നെ എഴുതുകയാണെങ്കിൽ ഇതെന്താ ഇക്വേഷൻ? ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. അത് പി ബൈ എം എന്ന് പറഞ്ഞാൽ എന്താ? പി ഈക്വൽ ടു എം വി. ന്യൂട്ടൺസ് ഇക്വേഷൻസ് വരുന്ന തന്നെയല്ലേ അത്, ന്യൂട്ടൺ മെക്കാനിക്സിൽ വരുന്ന പി ഈക്വൽ ടു എം വിയിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ആവറേജ് വാല്യൂ, എക്സ്പെക്റ്റേഷൻ വാല്യൂവിനെ ആവറേജ് വാല്യൂ ഇട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്ലാസിക്കൽ ഇക്വേഷൻസ് കിട്ടും എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്, എയറൻഫേഴ്സ് തിയറം പറയുന്നത്. എക്സ്പെക്റ്റേഷൻ വാല്യൂ മനസ്സിലായി, അതൊരു ആവറേജ് വാല്യൂ ഇട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് ആവറേജ് വാല്യൂ ക്വാണ്ടം മെക്കാനിക്കൽ. ആ ക്ലാസിക്കൽ ദാറ്റ് ഒബേസ് ദ ക്ലാസിക്കൽ ഇക്വേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതാണ് എയറൻഫേഴ്സ് തിയറം എന്നുള്ളത്. മുന്നോട്ട് പോകുമ്പോൾ ദ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ സജസ്റ്റ് ദാറ്റ് ക്വാണ്ടം സിസ്റ്റംസ് നെവർ റിസംബിൾ. നോക്കൂ, ദ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ, ഇത് വേറെ എയർഫേഴ്സ് തിയറം പറഞ്ഞു നമ്മൾ. ഈ കേസിൽ വരുന്ന വേറൊരു കാര്യമാണ് ഹാർമോണിക് ഓസിലേറ്റർ. കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ സജസ്റ്റ് ദാറ്റ് ക്വാണ്ടം സിസ്റ്റംസ്, ഇത് ജനറലാണ്, പക്ഷേ ഈ കേസിൽ നമുക്ക് അതിൻ്റെ പ്രസക്തി ഉള്ളതുകൊണ്ട് പറയുകയാണ്. ദ ക്വാണ്ടം സിസ്റ്റംസ് നെവർ റിസംബിൾ ക്ലാസിക്കൽ സിസ്റ്റം, ഓൺലി അപ്ലൈസ് ടു മൈക്രോസ്കോപ്പ് പാർട്ടിക്കിൾസ്, ബ്രേക്ക് ഡൗൺ അറ്റ് ലോ എനർജീസ്. ലാസ്റ്റ് ഓപ്ഷൻ അടുത്ത പേജിൽ കാണാം. മസ്റ്റ് മാച്ച് ക്ലാസിക്കൽ പ്രഡിക്ഷൻസ് അറ്റ് ഹൈ ക്വാണ്ടം നമ്പേഴ്സ്. എൻ കോസ് ടു ഇൻഫിനിറ്റിയിൽ ക്ലാസിക്കൽ പ്രഡിക്ഷൻ, ക്വാണ്ടം മെക്കാനിക്സ് ക്ലാസിക്കൽ മെക്കാനിക്സിലേക്ക് വരണം, ക്വാണ്ടം സിസ്റ്റംസ് ക്ലാസിക്കൽ ബിഹേവിയറിലേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടു. അതാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. മനസ്സിലായോ? എയറൻഫേഴ്സ് തിയറം എക്സ്പെക്റ്റേഷൻ വാല്യൂസിൻ്റെ കാര്യം പറയുന്നത്. അവർ ന്യൂട്ടൺസ് ഇക്വേഷൻസിലേക്ക് വരുന്നതാണ് പറഞ്ഞത്. ആ ന്യൂട്ടൺസ് എന്താ പറയുക, റിലേഷൻസ് ഒബേ ചെയ്യുന്ന പറഞ്ഞത്. എന്താ പറയുക, എക്സ്പെക്റ്റേഷൻ വാല്യൂ. ഇവിടെ പറഞ്ഞത് ഹൈ ക്വാണ്ടം നമ്പറിൽ വരുമ്പോൾ അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടം നമ്പറിൽ ക്വാണ്ടം മെക്കാനിക്സ് ക്ലാസിക്കൽ ലിമിറ്റിലേക്ക് പോകുന്നുള്ളതാണ്. What happens to the spacing between the adjacent levels, energy levels of a quantum harmonic oscillator? n goes to infinity. n goes to infinity-യിൽ എനർജി ലെവൽസ് തമ്മിൽ സ്പേസിങ് ഇവിടെ എച്ച് ക്രോസ് ഒമേഗ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ എച്ച് ന്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. പക്ഷേ ഇതിനൊന്നും സംഭവിക്കുക, ഇത് കുറയല്ല ചെയ്യുന്നത്, ഇതൊന്നും സംഭവിക്കില്ല. പക്ഷേ ഹയർ എനർജി അല്ലേ, ഇത് ദ എൻ ഗോസ് ടു ഇൻഫിനിറ്റിയിലെ എനർജി വലുതാകുന്നതുകൊണ്ട് സ്പേസിങ് വളരെ കുറവാകും. n പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഈ എച്ച് ക്രോസ് ഒമേഗ വളരെ ചെറുതാണ് ഹൈ എനർജി വെച്ച് നോക്കാം. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനർജി ലെവൽസ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എച്ച് ക്രോസ് ഒമേഗയ്ക്ക് അല്ലെങ്കിൽ സ്പേസിങ്ങിനൊന്നും സംഭവിക്കില്ല. ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ബട്ട് സിൻസ് എനർജി ഈസ് വെരി ഹൈ, ദേ അപ്പിയേഴ്സ് ടു ബി കണ്ടിന്യൂസ്, ദ ലെവൽസ് അപ്പിയേഴ്സ് ടു ബി കണ്ടിന്യൂസ്. ഇതാണ് ഈ ടെസ്റ്റ് സീരീസിലുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് വേറൊരു ടെസ്റ്റ് സീരീസിൻ്റെ ഡിസ്കഷനായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.